നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര മഹാദേവ സ്വാമിയേ ശരണമയ്യപ്പ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ കപിലോപദേശം പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിനെ തുടർന്ന് ആ ഉപദേശം കേട്ട അമ്മ ദേവഹൂതി തൻ്റെ മകൻ പറഞ്ഞു കൊടുത്ത ഓരോ കാര്യങ്ങളും അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചുകൊണ്ട് വളരെ എന്താ പറയുക, ക്രക്ഷരമായ എന്ന് പറയും സംസ്കൃതത്തിൽ, കഠിനമായിട്ടുള്ള വ്രതങ്ങൾ അനുഷ്ഠിച്ച് മനസ്സിനെ ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് സകല വസ്തുക്കളിലും ആദ്യം ബ്രഹ്മത്തെ കണ്ട് പിന്നെ തൻ്റെ അന്തരാത്മാവിലും ബ്രഹ്മത്തെ തന്നെ അറിഞ്ഞ് മോക്ഷം നേടി എന്ന് പറഞ്ഞ് കപിലചരിത്രം അവസാനിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭാഗവതത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്രമാനുക്രമമായിട്ടാണ് ഈ കഥകൾ പോകുന്നത്. 3-ാമത്തെ സ്കന്ധത്തിലാണ് ഈ കപിലാഖ്യാനം വരുന്നത്. അതിൽ പ്രകൃതി പുരുഷന്മാരുടെ ബന്ധത്തിനെ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. എന്തിനാ പ്രകൃതിയും പുരുഷനും പറഞ്ഞതെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തിരുന്നില്ല. ഒറ്റ വരി കൊണ്ട് പറയാം, ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വസ്തുവിനെ തിരിച്ചറിയാനാണ്. നിത്യവും അനിത്യവുമായിട്ടുള്ള വസ്തു എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്ന് പഠിപ്പിക്കാനാണ് പ്രകൃതിയും പുരുഷനും പഠിപ്പിച്ചത്. ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും അനിത്യമാണ്, നിത്യമായിട്ടുള്ളത് ഒറ്റ വസ്തുവേ ഉള്ളൂ. അതിനെ നമ്മൾ ബ്രഹ്മം എന്ന് നമ്മൾ പറയുന്നു. ഈ നിത്യാനിത്യ വിവേകം കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഇതാണ് ചതുശ്ലോകിയിൽ പറഞ്ഞ അന്വയ വ്യതിരേകാഭ്യാം. അന്യവും വ്യതിരേകവും കൊണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ എക്സ്പാൻഡ് ചെയ്തതാണ് ഇവിടെ. അപ്പം നിത്യമായിട്ടും അനിത്യമായിട്ടുള്ള വസ്തുക്കളും തിരിച്ചറിയുക എന്നുള്ളതാണ് സാധനയുടെ ആദ്യത്തെ പടി. നമ്മൾ എന്ത് ജപിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് സ്തോത്രം ചൊല്ലിയാലും വഴിപാട് കഴിച്ചാലും ഇതറിഞ്ഞില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര കഷ്ടമാവും. അപ്പം നിത്യവും അനിത്യവും എന്താണെന്ന് തിരിച്ചറിയണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നത്, ഈ നിത്യവസ്തുവായിട്ടുള്ള എന്തൊന്നുണ്ടോ അതിനെ അനാദരിച്ച, അതിനെ റെക്കഗ്നൈസ് ചെയ്യാണ്ടിരുന്ന, അതവിടെ ഉണ്ട് എന്നുള്ളത് മനഃപൂർവ്വം കണ്ണടച്ചിരുട്ടാക്കിയാൽ എന്ത് സംഭവിക്കും? അത് ദക്ഷയാഗം കൊണ്ട് പറയണം. നിത്യമായിട്ടുള്ള വസ്തു ആരാ? മഹാദേവനെയാണ് അവിടെ ബ്രഹ്മത്തിൻ്റെ സ്വരൂപമായിട്ട് വെച്ചിട്ടുള്ളത്. അഹങ്കാരം പിടിച്ച ബുദ്ധി, ലോജിക്കിൽ മാത്രമേ ചിന്തിക്കുള്ളൂ എന്ന് ശഠിക്കുന്ന ബുദ്ധി നിത്യവസ്തുവായിട്ടുള്ള ബ്രഹ്മത്തിനെ അനാദരിക്കണം. അതിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ അതിനെ അനാദരിക്കുമ്പോൾ എന്ത് പണി കിട്ടുമെന്ന് ദക്ഷയാഗം കൊണ്ട് പഠിക്കും. ഇനി ആ നിത്യമായ വസ്തുവിനെ ആദരിച്ചാൽ എന്ത് കിട്ടും എന്ന് അതിന് ശേഷം വരണ ധ്രുവൻ്റെ കഥ കൊണ്ട് പറയണു, പൃഥുവിൻ്റെ കഥ കൊണ്ട് പറയണു. ഇനി അനിത്യമായിട്ടുള്ള ബാക്കി വസ്തുക്കളെ ആദരിച്ചാൽ അതിൻ്റെ പുറകെ പോയാൽ എന്ത് സംഭവിക്കുന്നു? ഇന്ന് വൈകുന്നേരം അവസാനം പുരഞ്ജനോപഖ്യാനം പറയുമ്പോൾ അതും പറഞ്ഞ് ഇത് രണ്ടിൻ്റെയും തിരിച്ചറിവ് വന്നവൻ എങ്ങനെയായിരിക്കും എന്നുള്ള ഭഗവാൻ തന്നെ വീണ്ടും ജനിച്ചിട്ട് അവധൂതനായിട്ട് ഋഷഭനായിട്ട് ഇന്ന് സന്ധ്യയ്ക്ക് അവതരിക്കും. അപ്പോൾ കപിലൻ മാർഗം കാണിച്ചു കൊടുത്തു. അതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷനായിട്ട് വീണ്ടും കാണിച്ചു കൊടുക്കാൻ ഭഗവാൻ ഋഷഭനായിട്ട് ഭരതൻ്റെ അച്ഛൻ ആയിട്ട് ജനിക്കും. അദ്ദേഹത്തിൻ്റെ അവധൂത വൃത്തിയൊക്കെ നാളെയാണ് വരിക. അപ്പോൾ ആ കഥയുടെ ഘടന പോകണമുണ്ടോ, എത്ര ഗംഭീരമായിട്ടാണ് അത് വെച്ചിരിക്കണമെന്ന്. ആ വ്യാസമഹർഷി അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അപ്പം 4-ാമത്തെ സ്കന്ധത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഈ ദേവഹൂതിയുടെ 9 പെൺമക്കളുടെയും അവരുടെ ഭർത്താക്കന്മാരായിട്ടുള്ള മഹർഷിമാരുടെയും കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മക്കളുടെ കാര്യമൊക്കെ അവിടെ തന്നെ പറയുന്നുണ്ട്. അവർക്കുണ്ടായ കുഞ്ഞുങ്ങൾ ആരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ ഭാര്യാഭർത്താക്കന്മാരുടെ പേര് മാത്രമാണ് നമ്മളവിടെ പറഞ്ഞത്. അതിനെയൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. എന്തിനാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്തുള്ള ഭഗവാന്റെ ലീലാവതാരങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് വരണം വെച്ചാൽ, 1-ാമത്തെ സ്കന്ധത്തിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ വ്യാസൻ്റെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നാരദൻ പറയുന്നുണ്ട്, അവിടുന്ന് മനുഷ്യർക്ക് ഭക്തി വർദ്ധിക്കാൻ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇത്രയും വലിയ കഥകൾ പറഞ്ഞതിന് മുമ്പുള്ള ഫണ്ടമെൻ്റൽസ് കറക്റ്റ് ചെയ്യാനാണ് ഇത്രയും നേരം തിയറി പറഞ്ഞത്. ഇനി മെല്ലെ 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 കഥകളിലേക്ക് കയറുക. ധ്രുവചരിത്രം തുടങ്ങി അങ്ങോട്ട് ദക്ഷയാഗം കഥ തന്നെയാണ്, പക്ഷേ ദക്ഷയാഗത്തിനും വലിയൊരു ആധ്യാത്മിക വശമുണ്ട്. അതുകൊണ്ട് ദക്ഷയാഗത്തിനെ ഭാഗവതത്തിൻ്റെ അകത്ത ദക്ഷയാഗമല്ലേ, കുറച്ച് പറഞ്ഞാൽ മതി, ശിവൻ്റെ അല്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഇതിൽ ഓരോ ദേവതകൾക്കും ഓരോ ഋഷിമാർക്കും ഓരോ ഈ ദേവഹൂതിയുടെ മക്കൾക്കുമൊക്കെ പേരിൽ കൊണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഒരൊറ്റ എക്സാമ്പിൾ പറയാം. അത്രി എന്ന് പറഞ്ഞ ഋഷിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് അനസൂയ എന്ന് പറഞ്ഞ മകളെയാണ്. അത്രി എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങൾ, ഈ 3 ഗുണം ഇല്ലാത്തവൻ അത്രി. അതായത് സാക്ഷാത്കാരം കിട്ടിയവൻ.
അവൻ്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ശക്തിക്ക് മറ്റൊന്ന് വേറെ, എന്നിൽ നിന്ന് വേറെ എന്ന് തോന്നിയാലേ അസൂയ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് അവൾ അനസൂയ. അതുകൊണ്ട് ഈ പറയുന്ന ഗുണങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കർദമനാകണ ഇന്ദ്രിയ നിയന്ത്രണവും ദേവഹൂതിയാകുന്ന അതാ തപസ്സും ദേവഹൂതിയാകണ ഭക്തിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഗുണങ്ങളും അവരുടെ ഭർത്താക്കന്മാരും ഒക്കെ താനെ സണ്ണിൻ ലോസായിട്ട് വരും. നമുക്ക് പെൺമക്കളായിട്ടും സണ്ണിൻ ലോസായിട്ടും വരും. ഭഗവാൻ തന്നെ പുത്രരൂപത്തിൽ ധർമ്മോപദേശം ചെയ്യുകയും ചെയ്യുന്നു വേണം അർത്ഥാക്കാൻ. ഇതൊക്കെ നമ്മുടെ അകത്ത് നടക്കുന്ന പ്രോസസ്സുകൾക്ക് ഒരു രൂപം കൊടുത്തിരിക്കുകയാണ്. എന്താണെങ്കിലും മനുവിൻ്റെ മക്കളായിട്ടുള്ള ഈ ഉത്താനവാദൻ, പ്രിയവ്രതൻ, ഇവരുടെ ചരിത്രങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ പെൺമക്കളിൽ ബാക്കിയുള്ള രണ്ടാൾക്കാരെയും കൂടെ നമ്മളൊന്ന് നോക്കിയിട്ട് വേണം പോകാൻ. കാരണം ഭഗവാൻ 2 അവതാരം അവിടെ ചെയ്തിട്ടുണ്ട്. 2 അല്ല 3 അവതാരം. ആകൂതി എന്ന് പറയുന്ന മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് രുചി എന്ന് പറയുന്ന മഹർഷിക്കാണ്. ദേവഹൂതിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് കർദമനായിരുന്നു. ആകൂതി എന്ന് പറയുന്ന പുത്രിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഈ ശതരൂപിയും മനുവും കൂടെ, സ്വയംഭവ മനുവും കൂടെ കല്യാണം കഴിപ്പിച്ച് രുചി എന്ന് പറഞ്ഞ മഹർഷിക്കണം. അതായത് ആദ്യത്തെ കുട്ടി ഉണ്ടായാൽ അത് പുരുഷ കുട്ടിയാണ്, ആൺകുട്ടിയാണെങ്കിൽ എനിക്ക് തരണം എന്നാണ് മനു പറഞ്ഞിരുന്നത്. മുത്തശ്ശൻ പറഞ്ഞു എനിക്ക് പേരക്കുട്ടി എനിക്ക് തരണം വളർത്താൻ എന്നാ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ആദ്യത്തെ കുട്ടിയായിട്ട് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയായിട്ട് ഇരട്ടകളാണ് ജനിച്ചു. അത് ഭഗവാൻ തന്നെയാണ് ജനിച്ചത്. യജ്ഞം എന്നും ദക്ഷിണ എന്നും പേരുള്ള 2 പേര്. നോക്കൂ ആ വാക്കുകൾ. യജ്ഞം മനുഷ്യനാണ് സ്വീകരിച്ചത്. അതാണ് സ്വയംഭവ മനു പറഞ്ഞത്, നിങ്ങൾക്കുണ്ടാവുന്ന മക്കളെ ആൺകുട്ടിയാണ് എനിക്ക് തരാൻ പറഞ്ഞു. ജനിച്ചത് യജ്ഞ, മനുഷ്യൻ ചെയ്യേണ്ടത് യജ്ഞ. മനുഷ്യന് അത് മനുവിനത് കിട്ടുകയാണ്. അപ്പോൾ യജ്ഞത്തിനെ പ്രസവിച്ചു. ആ യജ്ഞം മനുവിൻ്റെ കൂടെ വളർന്ന് ധർമ്മത്തെ പരിപാലിച്ചു എന്നാണ്. യജ്ഞത്തിൻ്റെ ദേവനാണ് യജ്ഞം. യജ്ഞപുരുഷൻ എന്ന് നമ്മൾ ഭഗവാനെ വിളിക്കുന്നത് ഭഗവാന്റെ യജ്ഞാവതാരം എന്ന് പറയും. ആ ഭഗവാനെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. ദക്ഷിണ എന്തിനെയാണ് പ്രതിനിധീകരിക്കണമെന്ന് വെച്ചാൽ ഇതല്ല. ദക്ഷിണ പ്രതിനിധീകരിക്കണം ആത്മീയമായിട്ടുള്ള അറിവിനെയും യാഗങ്ങളിൽ ചെയ്യണ ബലികർമ്മങ്ങളെയാണ്. ബലിച്ച സമർപ്പണം. എന്തും ആഹുതി ചെയ്യുമ്പോൾ ഇതം മമ, ഇതെൻ്റെ അല്ല, ഇതെൻ്റെ അല്ല, എൻ്റെ അല്ല പറഞ്ഞാൽ കൊടുക്കുക. ശരിക്കും നമശിവായ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരർത്ഥത്തിന് നമ ശിവായ, എൻ്റെ അല്ല ശിവൻ്റെ ആണെന്ന്. എൻ്റെ അല്ല ബ്രഹ്മത്തിൻ്റെയാണ്. നല്ലത് വരുത്തുന്നവനാണ് ശിവൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നല്ലത് ചെയ്യണവൻ ശങ്കരൻ, നല്ലത് വരുത്തുന്നവൻ ശിവൻ, നല്ലത് ജനിപ്പിക്കുന്നവൻ ശംഭു. ഒക്കെ മംഗളകരമായിട്ടുള്ള മംഗളശബ്ദങ്ങളാണ് അതൊക്കെ. അപ്പം ഇനി ദേവഹൂതിയുടെ ലീനിയേജ് നമുക്കറിയാം. ദേവഹൂതിയിൽ നമുക്ക് കർദമനും അവർക്ക് 9 മക്കളുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പ്രസൂതി, ഈ പ്രസൂതിയുടെ പേര് തന്നെ കേട്ടാൽ അറിയാം, അവൾ പ്രസവിക്കാൻ വേണ്ടി ജനിച്ചവളാണ്. പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവിക്കണവളെന്ന് പറഞ്ഞാൽ അവൾക്കാണ് ഏറ്റവും കൂടുതൽ മക്കളുണ്ടാകുന്നത്. കാരണം അവളെ കല്യാണം കഴിക്കുന്നത് ദക്ഷനെയാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ആ അമ്മയെന്നാണ് നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാവുന്നത്. അതായത് സാക്ഷാൽ ശ്രീപാർവതി അടക്കം സതി ഇവരൊക്കെ സകല നക്ഷത്രങ്ങളും, ഈ അശ്വതി തൊട്ട് രേവതി വരെയുള്ള നക്ഷത്രങ്ങൾ ഇവരൊക്കെ ഈ അമ്മ പ്രസവിച്ചതാണ്. അപ്പോൾ പ്രസൂതിയുടെ മക്കളാണ് അതൊക്കെ. പ്രസൂതി ദക്ഷപ്രജാപതിയെ കല്യാണം കഴിക്കുന്നു. ദക്ഷന് ഒരു വലിയ റോളുണ്ട്. ദക്ഷൻ വേദങ്ങളെ സംരക്ഷിക്കാനും സംസ്കാരങ്ങളെ സംരക്ഷിക്കാനും പ്രജാവർദ്ധനവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ബ്രഹ്മാവിനാൽ കൽപ്പിതനായിട്ടുള്ള മകനാണ്. അതുകൊണ്ടാണ് പ്രജാപതി എന്ന് പേര്. പ്രജാച്ചാൽ ആദ്യം പ്രധാനമായി ജനിച്ചതെന്തോ അത് പ്രജ. അതാണ് പ്രജ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ജീവനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, കൂടുതൽ ലൈഫ് ഫോമുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആദ്യകാല സ്രഷ്ടാക്കളാണ് അവരൊക്കെ പ്രപഞ്ചത്തിൽ. അപ്പം കല്യാണം കഴിച്ചു. അങ്ങനെ ആ അവരുടെ എന്താ പറയുക മക്കൾ ആകാശത്തും ഭൂമിയിലും പാതാളത്തിലുമൊക്കെ അവരുടെ വംശപരമ്പര ഇന്നും ഉണ്ട്. അതിൽ തന്നെ അനവധി പേര് മഹർഷിമാരുടെ ഭാര്യമാരുണ്ട്. ഒരാൾ സാക്ഷാൽ ബ്രഹ്മത്തിൻ്റെ ഭാര്യയായി സതിയെ പക്ഷേ കിട്ടുകയാണ് ചെയ്തതെന്നാണ് പറയണത്. പ്രസവിച്ചതല്ല, പുറത്തുനിന്ന് വഴിയിൽ നിന്ന്, അതായത് വയലിൽ നിന്നൊറ്റ കിട്ടിയതായിട്ടും ഒരു കഥ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം കോട്ടക്കൽ ശിവരാമാശാൻ സതിയായിട്ട് ആടുമ്പോൾ ദക്ഷൻ്റെ യാഗശാലയിൽ ചെന്നിട്ട് ദക്ഷൻ അപമാനിക്കുമ്പോൾ പറയുമോ എന്നോട് വലിയ വിലയൊന്നും ഉണ്ടാവില്ലോ, എന്നെ വഴിയിൽ നിന്ന് കിട്ടിയതല്ലേ എന്ന് പറഞ്ഞിട്ട് ആർഡർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പ്രക്ഷിപ്തമാണ്, അതൊരു കഥ. എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഈ വംശം പറയും, ഈ സ്ത്രീകളുടെ വംശം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പുരുഷന്മാരുടെ പറയുന്നതിന് മുമ്പ് ഭാഗവതകാരൻ ഉദ്ദേശിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് എത്രമാത്രം 2 കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒന്ന് സൃഷ്ടിക്രമത്തിൽ അവരുടെ പ്രാധാന്യം, 2 ആധ്യാത്മികമായിട്ടുള്ള സമ്പ്രദായങ്ങൾ നിലവിൽ വരുത്തുന്നതിൽ അവരുടെ പങ്ക്. നോക്കൂ, ഇവരുടെ മക്കളാണ്
ഇന്ന് നമ്മൾ അനുവർത്തിക്കുന്ന 99% അല്ലെങ്കിൽ 100% സമ്പ്രദായങ്ങളുടെ ഉപജ്ഞാതാക്കൾ അല്ല ഇവരുടെ ഭർത്താക്കന്മാരാണ്. ഒരാളെ പോലും നമുക്ക് വേറെ കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് ഇതിൻ്റെ ഒക്കെ ആണിക്കല്ല് മൂലക്കല്ലുകളായിട്ട് നിൽക്കുന്നത് മുഴുവൻ ഈ അമ്മമാരാണ്. അതുകൊണ്ട് ഈ അമ്മമാരെ എല്ലാവരും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അവരൊക്കെ ഭഗവാന്റെ രൂപങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് നമ്മുടെ പൂർവ്വ പരമ്പരകളെ മാനിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കി തരാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ വംശാവലികൾ പറയണത്. നമ്മുടെ പൈതൃകത്തിനെയോ അല്ലെങ്കിൽ മാതൃകത്തിനെയോ, മാതൃകോ എന്താവട്ടെ, നമ്മുടെ ലീനിയേജിനെ നമ്മളെപ്പോഴും മാനിക്കാനും അതിൽ അഭിമാനം കൊള്ളാനും അതുമായിട്ട് അതിൻ്റെ നല്ല വശങ്ങളൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ടാണ് ഈ കഥയൊക്കെ ഇങ്ങനെ വിസ്തരിച്ച് പലപ്പോഴും പറയണത്. എന്തായാലും ഈ പ്രസൂതി 16 പെൺമക്കളെയാണ് ആദ്യം പ്രസവിച്ചത്. അതിൽ ആദ്യത്തെ 13 പേരെ ബ്രഹ്മാവിൻ്റെ നെഞ്ചിൽ നിന്നുണ്ടായിട്ടുള്ള ആളാണ് ധർമ്മം അഥവാ യമധർമ്മൻ. നമ്മൾ മരണത്തിൻ്റെ ദേവൻ കാലൻ എന്ന് പറയുന്ന ആളാണ് ധർമ്മത്തിൻ്റെ ദേവൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ധർമ്മദേവൻ എന്ന് വിളിക്കുന്നത്. ബ്രഹ്മാവിന് അതേ സമയം തന്നെ മുതുകത്തുനിന്ന് വേറൊരുത്തനുണ്ടായി. നെഞ്ചിന്ന് ധർമ്മം ഉണ്ടായപ്പോൾ മുതുകുന്ന് അധർമ്മം ഉണ്ടായി. അധർമ്മം കല്യാണം കഴിച്ചത് മൃഷ എന്ന് പറയുന്ന അസത്യത്തിനാണ്. അതാണ് എത്ര ത്രിസർഗോ മൃഷ എന്ന് പറയുന്നത് ചതുശ്ലോകി ഭാഗവതത്തിലുണ്ട്. 3 ഗുണങ്ങളും ഈ അസത്യവും കൂടെ ചേരുമ്പോഴാണ് ശരിക്കും അവിദ്യയിൽ കൊണ്ടേ നമ്മളെ തള്ളണത്. നെഞ്ചിന്ന് ജനിച്ചത് ധർമ്മം. ഈ ധർമ്മമാണ് ദക്ഷൻ്റെ 13 പെൺമക്കളെ കല്യാണം കഴിച്ചു. 13 പെൺമക്കളെ ഒരൊറ്റ ആളെ കല്യാണം കഴിച്ച്. അത് 13 ഗുണങ്ങളാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഗുണങ്ങളെന്നുള്ളതാണ്. അവരിലൊക്കെ മക്കളും ഉണ്ടായിട്ട് മക്കളുടെ പേരും പറയാം. ധർമ്മത്തിന് ഈ 13 പേര് ഓരോരുത്തരുണ്ടായ ആ ഭാര്യമാരുടെ പേരും മക്കളുടെ പേരുമാണ്. ശ്രദ്ധിക്കണം, ശ്രദ്ധ എന്നാണ് ആദ്യത്തെ. ധർമ്മത്തിന് ശ്രദ്ധയിലുണ്ടായ മകൻ്റെ പേര് ശുഭം. മൈത്രി എന്ന് പറയുന്ന ഭാര്യയിലുണ്ടായത് പ്രസാദം. ദയയുടെ പുത്രൻ അഭയം. ശാന്തിയുടെ പുത്രൻ സുഖം. തുഷ്ടിയുടെ പുത്രൻ മോദം. പുഷ്ടിയുടെ പുത്രൻ അഹങ്കാരം. ക്രിയയുടെ പുത്രൻ യോഗം. ഉന്നതിയുടെ പുത്രൻ ദർപ്പം. ഉന്നതി വരുമ്പോൾ അങ്ങനെയാണല്ലോ. ധർമ്മത്തിൽ ഉന്നതി വന്നാൽ അഹങ്കാരം വരും, ദർപ്പം ഉണ്ടാവും. ബുദ്ധിയുടെ പുത്രൻ അർത്ഥം. ബുദ്ധിപൂർവ്വം ആലോചിച്ചാലേ അർത്ഥം കിട്ടുള്ളൂ. ധർമ്മത്തിൽ ബുദ്ധിയെ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അർത്ഥമാണ് മനസ്സിലാവുക അതിൻ്റെ. മേധയുടെ പുത്രൻ സ്മൃതി. മേധാ ദക്ഷിണാമൂർത്തി എന്ന് പറയും. മേധാച്ച ഹയർ ഇൻ്റലക്റ്റാണ്. ആ മേധയുടെ ഹയർ ഇൻ്റലക്റ്റിൻ്റെ പുത്രനാണ് സ്മൃതി എന്ന് വേദം. തിദിക്ഷയുടെ പുത്രൻ ക്ഷേമം, നിയന്ത്രണം, ആവശ്യത്തിന് മാത്രം ചിലവാക്കുക. പ്രപഞ്ചത്തിൻ്റെ റിസോഴ്സസിനെ ടാപ്പിൽ വെള്ളം തുറന്നു വിടുക, തോന്നണ മാതിരി റിസോഴ്സസ് ഉപയോഗിക്കുക, ഇതൊന്നും ചെയ്യാണ്ട് ഇത് എല്ലാവർക്കും വേണ്ടതാണെന്നുള്ള ബോധ്യത്തോടു കൂടി പ്രപഞ്ച വിഭവങ്ങളെ ഉപയോഗിക്കുന്നത് തിദിക്ഷയുടെ പുത്രൻ ക്ഷേമം. ഹ്രീ എന്ന് പറയുന്ന പുത്രിയുണ്ട്. ഹ്രീ എന്ന് പറഞ്ഞാൽ ലജ്ജ. ലജ്ജയുടെ പുത്രൻ വിനയം. നോക്കൂ, ലജ്ജയുടെ പുത്രനായിട്ട് വിനയം. അവസാനം 13ാമത്തെ മകള് മൂർത്തി എന്ന് പറയുന്ന ദേവിയാണ്. അവളുടെ മക്കളായിട്ട് ഇരട്ടകളായിട്ട് നരനാരായണന്മാരും ജനിച്ചു. ആ ലീനിയേജ്, ആ നരനാരായണ ഋഷിമാരെയും ഈ ഭഗവാന്റെ ഈ ബാക്കിയുള്ള എല്ലാ രൂപങ്ങളെയും എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സമയമില്ലാത്തതുകൊണ്ടാണ് നരനാരായണ വേദമൊന്നും വിസ്തരിക്കാത്തത്. ഇനി ദക്ഷപ്രജാപതിക്ക് മറ്റൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് സതി. ആ സതിയെ സംഹാരരുദ്രനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ പരമേശ്വരൻ, ശംഭു, ശങ്കരൻ, മഹാദേവൻ വിവാഹം ചെയ്തു. ഭഗവാന് വിശേഷണമായിട്ടൊരു വാക്ക് പറയും, ഭവച്ചിതം പുരച്ചിതം മഖച്ചിതം. കേട്ടിട്ടുണ്ടോ? നൃത്തത്തിൽ പറഞ്ഞ ഏതിലാ? ശിവതാണ്ഡവ സ്തോത്രത്തിൽ. ആരെഴുതിയത്? രാവണൻ. അപ്പോൾ ഭവച്ചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ജ്ഞാനസ്വരൂപം എന്ന അർത്ഥം. ഭവൻ ചാൽ ഭവിച്ചത്, ഈ സംസാരത്തിനെ വെട്ടണവൻ, അറക്കണവൻ. ഇതേ അർത്ഥം തന്നെയാണ് നവാക്ഷരിയിൽ വിച്ചേ 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 എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത്. വെട്ട് 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 എന്ന് അമ്മയോട് പറഞ്ഞു. ഭവച്ചിതം എന്ന് പറഞ്ഞാൽ വെട്ടുന്നവൻ, വെട്ടി അതിനെ ഇല്ലാണ്ടാക്കുന്നവൻ. അപ്പോൾ ജ്ഞാനസ്വരൂപൻ അഥവാ ബ്രഹ്മം. ഭഗവാൻ 3ാമത്തെ കണ്ണ് തുറക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെൽഡിങ് മെഷീനിൽ വരുന്ന മാതിരി തീ വരലല്ല അത്. 3ാം കണ്ണ് പറഞ്ഞാൽ അറിവിൻ്റെ കണ്ണുകൊണ്ടൊരു വസ്തുവിനെ നോക്കുമ്പോൾ അതും ബ്രഹ്മമാണെന്നുള്ള ബോധ്യം വരുമ്പോൾ അതിന് പിന്നെ ആ ശരീരത്തിൻ്റെ ആവശ്യമില്ല, അത് പോയി, അതിൻ്റെ ഐഡൻറ്റിറ്റി പോയി, അത് ബ്രഹ്മായി. അങ്ങനെയാണ് ഈ കാമം കത്തുന്നത്. ഭഗവാൻ എന്തിനെങ്കിലും നോക്കി അത് ചാമ്പലാവെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്, അത് ബ്രഹ്മസ്വരൂപമായിട്ട് മാറും. അപ്പോൾ ഭഗവാൻ ബ്രഹ്മരൂപം. അപ്പോൾ സതി എന്ന് പറഞ്ഞാൽ എന്താ? സത്യരൂപമായിട്ട് ബ്രഹ്മത്തെ അനുസരിക്കണവൾ, അതാണ് സതി. അപ്പോൾ സത്യരൂപമായിട്ട് ബ്രഹ്മത്തെ അനുസരിച്ച് ഇരിക്കുന്ന ഏതൊരു സ്ത്രീയോ അവളാണ് യഥാർത്ഥ സതി. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് സതികളെ കാണാൻ നമുക്ക് ബ്രഹ്മബോധത്തിൽ ഉറച്ചിരിക്കണവളായിരിക്കണം സ്ത്രീ എന്ന്, അപ്പോഴേ അത് സതിയാവുള്ളൂ, അല്ലെങ്കിൽ സതി ആവില്ല എന്ന് പറയണം. ഇനി മഹാദേവൻ്റെ ഗണനായകനായിട്ടുള്ള നന്ദിയുണ്ട്. നന്ദി വെച്ചാൽ ബ്രഹ്മാനന്ദ.
ആനന്ദം. നന്ദനം വെച്ചാൽ സന്തോഷം കൊടുക്കണം. കുട്ടികൾക്ക്, മക്കൾക്ക് നന്ദനൻ, നന്ദന എന്നൊക്കെ പേര് കൊടുക്കാനുള്ള, നന്ദിനി എന്നൊക്കെ പറയും. ശരിക്കും നന്ദന എന്നുള്ളത് ഒരു എന്താ പറയുക, ഭാഷയിലെ വൈകൃത വാക്കാണ്. അങ്ങനെ ഒരു വാക്കില്ല ശരിക്കും. നന്ദനൻ, നന്ദിനി, ഇത് രണ്ടെണ്ണേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് നന്ദന എന്ന് പേരിടാറുണ്ട്. ആനന്ദമുള്ള വാക്ക്. കുട്ടികൾ എപ്പോഴും നമുക്ക് സന്തോഷം തരണോണ്ട് അവർ നന്ദനൻ അഥവാ നന്ദിനി. അപ്പോൾ ഇവിടെ നന്ദി എന്ന് പറഞ്ഞാൽ ആനന്ദം രൂപമായിട്ടുള്ളവൻ, അത് നന്ദീശ്വരൻ, ആനന്ദത്തിൻ്റെ പരമകാശി, ബ്രഹ്മം തന്നെ, ഭഗവാൻ തന്നെയാണ്. പക്ഷെ ബ്രഹ്മാനന്ദം. രാമൻ കൃഷ്ണൻ എന്ന് പറഞ്ഞ മാതിരിയാണ് ശിവൻ നന്ദി എന്ന് പറഞ്ഞാൽ. കൃഷ്ണൻ ചാൽ നന്ദിയാണ് അർത്ഥം കൊണ്ട്, കൃഷ്ണ ശബ്ദം കൊണ്ട് ബ്രഹ്മാനന്ദമാണ്. അപ്പോൾ ഈ നന്ദി ദക്ഷനെ ശപിക്കുന്നുണ്ട്. ആ ദക്ഷനെ ശപിക്കണ സമയത്താണ് ദക്ഷൻ ശരിക്കും ആരാന്ന് നമുക്ക് മനസ്സിലാവുക. ദക്ഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഒരു കാര്യം ദക്ഷത്വത്തോട് കൂടിയിട്ട്, വിത്ത് ആക്യുറസി, വിത്ത് സ്കിൽ. ദക്ഷൻ ച സ്കിൽഡ് എന്നർത്ഥം. ഒരു കാര്യം പക്കയായിട്ട് ചെയ്യുന്ന ആളാണ് ദക്ഷൻ. അത് ചെയ്യണവൾ ദാക്ഷായണി. മനസ്സിലായില്ലേ? പ്രകൃതി ദാക്ഷായണിയാണ്, അവളെല്ലാം പക്കയായിട്ട് ചെയ്യും. ദക്ഷൻ്റെ മകളായതുകൊണ്ട് മാത്രമല്ല ദാക്ഷായണി എന്ന് പേരെന്നർത്ഥം. അമ്മയ്ക്ക് ആ കഴിവുള്ളതുകൊണ്ടാണ്. അപ്പം ദക്ഷൻ ഈ സ്കിൽഡ് ആയതുകൊണ്ട് ദക്ഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ദക്ഷൻ ബുദ്ധിയുടെ കണ്ണിൽ കൂടെ എല്ലാം കാണുള്ളൂ. അവൻ ഈസോട്ടറിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല. ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെ അംഗീകരിക്കില്ല. എല്ലാറ്റിനെയും ചോദ്യം ചെയ്യും. മൂർഖതയാണ് അതിൻ്റെ ലക്ഷണം. മൂർഖത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിലും ലോജിക്ക് കണ്ടെത്താൻ നോക്കി വരട്ടുവാദം പറയാം. അത് ബ്രഹ്മത്തെ നിരാകരിക്കും. അങ്ങനത്തെ ബുദ്ധിക്ക് ഒരിക്കലും ഇതിൻ്റെ അന്തസ്സത്തയായിട്ട് നിത്യാനിത്യ വിവേകം ചെയ്യുമ്പോൾ എന്ത് നിത്യം എന്ത് അനിത്യം എന്ന് പറയുമ്പോൾ എന്ത് നിത്യം എന്ത് അനിത്യം എന്ന് ഇപ്പോൾ എന്തിനാ ചർച്ച ചെയ്യുന്നത്? അതൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ അതുതന്നെയാണ് ശരിയെന്ന് പറയും. അതിൽ നിത്യമായിട്ടുള്ള വസ്തു അന്തർലീനമായിരിക്കുന്നത്. ബ്രഹ്മത്തെ തിരിച്ചറിഞ്ഞാൽ തന്നെ കണ്ടഭാവം കാണിക്കില്ല. ഇതാണ് ശിവനോട് ചെയ്തത്. ഇനി അത് ചെയ്യും. അപ്പോൾ ഇവനെ ഒരു മൂർഖനായിട്ടാണ് നന്ദി പറയണത്. ശിവനെ ദ്രോഹിക്കണത് കൊണ്ട് നീ പരമതത്വത്തിൽ വിമുഖനായി പോട്ടെ എന്ന് ആ ബുദ്ധിയെ ശപിച്ചു. ദക്ഷനെ ശപിച്ചു നന്ദി. ആ ആദ്യത്തെ യജ്ഞത്തിൻ്റെ സമയത്ത് ഉണ്ടാവണേ. ശപിച്ചിട്ട് പറയും, നിൻ്റെ ഗൃഹസ്ഥാശ്രമം പോലും കപടമാണ്. ഇങ്ങനത്തെ ബുദ്ധിയായിട്ട് ജീവിക്കണവരുടെ ആശ്രമം പോലും കപടമായിരിക്കുന്നു. അവർ അതായത് കുടുംബജീവിതത്തിലും ഈശ്വരോന്മുഖമായിട്ട് ജീവിച്ചില്ലെങ്കിൽ അതിൽ കപടതയാണെന്നാണ്. അങ്ങനെയാണ് ശപിക്കുന്നത്. അതുകൊണ്ട് നിൻ്റെ ബുദ്ധി അവിദ്യക്ക് അധീനമായതുകൊണ്ട് നീ സ്ത്രീലമ്പടനും മായയ്ക്ക് അധീനമായിട്ടുള്ള ബുദ്ധിയുള്ളവനുമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അതോടുകൂടി എന്താ, ദക്ഷ ശബ്ദത്തിന് മറ്റൊരർത്ഥം വന്നു. മായയ്ക്ക് അടിമപ്പെട്ട ബുദ്ധി എന്നും കൂടെ അർത്ഥമായി. ശപിച്ചതാരാ? ബ്രഹ്മാനന്ദ ശപിച്ച്. കിട്ടാൻ തയ്യാറായിട്ട് വന്നു ചേരാൻ തയ്യാറായി നിൽക്കുന്ന വസ്തുവിനെ നിരാകരിച്ചപ്പോൾ അത് ശപിക്കുകയാണ്. അങ്ങനെ ശപിച്ചു. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ബുദ്ധി മറഞ്ഞു പോയതുകൊണ്ട് അവിദ്യാരൂപമായി ബുദ്ധി എന്നുള്ളതുകൊണ്ട് അത് വിദ്യയുടെ രൂപമായിട്ടുള്ള ശിവനോട് വിരോധമായി. പിന്നെ അവിദ്യ ഒരിക്കലും വിദ്യ അംഗീകരിക്കില്ലല്ലോ. ഇരുട്ടെങ്ങനെ വെളിച്ചത്തിനെ അംഗീകരിക്കില്ല. അപ്പോൾ ശിവൻ സാക്ഷാൽ ബ്രഹ്മസ്വരൂപമാണെന്നുള്ളതുകൊണ്ട് ഭാഗവതത്തിൽ ഈ ഭാഗത്തൊരു ശ്ലോകമുണ്ട്. ശിവൻ എന്താന്ന് ഇത്ര ഭംഗിയായിട്ട് പറയുന്ന ഒരു ശ്ലോകമാണ്. കസ്തം ചരാചരഗുരും ശംഭോ കസ്തം ചരാചരഗുരും നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹത്. എല്ലാ വസ്തുക്കളിലും നിർവൈരത, ആരോടും ശത്രുതയില്ല പാവത്തിന്. ശാന്തമൂർത്തി, അതല്ലേ ഭോലേനാഥ് എന്നല്ലേ വിളിക്കുക. നിഷ്കളങ്കരാണ്. ഭഗവാനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഈ പ്രഭാഷണം ചെയ്യണതൊക്കെ കേട്ടിട്ട് ചില ആൾക്കാർ അവിടെ ഇവിടെയും താലിയും വാലും ഇല്ലാണ്ട് എടുത്തിട്ട് ഇപ്പോൾ റീലുണ്ടാക്കി ഇറക്കുന്നുണ്ട്. അവരൊന്നും മുഴുവൻ പറയൂല. ഇന്നാളെ ഒരുത്തൻ ഒരു വിഡ്ഢിത്തരം പറഞ്ഞുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കഷ്ണം മാത്രം അടർത്തിയെടുത്തിട്ട് ശിവക്ഷേത്രങ്ങളിൽ എന്തോ സം നോൺസെൻസ് പറയണ കേട്ടു. അതായത് ഒന്നും മുഴുവൻ ആരും മനസ്സിലാക്കില്ല. അവർക്ക് ലൈക്ക്, ഹിറ്റ്, കാശ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് തെറ്റായിട്ടുള്ള ആധ്യാത്മിക പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ലോകത്തിൽ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ദൈവഭാവം ഭഗവാൻ ഗുരുവായൂരപ്പനല്ല, മഹാദേവനാണ്. ഭഗവാന്റെ പ്രശ്നം എന്താ അറിയോ? ഭഗവാൻ ചോദിക്കില്ല എന്താടാ എന്നെ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കില്ല. അതുകൊണ്ട് ആർക്കും എന്ത് വഷളത്തരും പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കാവുന്ന ഒരു ഭാവമായി പോയി ഭഗവാന്റെ. ഭഗവാൻ ശാന്തരിൽ ശാന്തനാണ്, അഘോരനാണ്, ഘോരതയേ ഇല്ലാത്തവനാണ്. നമ്മൾ തെറ്റ് ചെയ്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹം കോപിഷ്ഠനായതായിട്ടും നമ്മൾ നന്മ ചെയ്തിട്ട് നോക്കുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുന്നതായിട്ടും നമുക്ക് തോന്നുന്നു എന്നാണ് പറയണത് രുദ്രം. ശ്രീരുദ്രം പഠിച്ചാൽ ശരിക്കും ശിവൻ്റെ സ്വഭാവം മനസ്സിൽ. ഇതിൽ ശ്രീരുദ്രത്തിൻ്റെ ചാറാണ് എടുത്തു വെച്ചിരിക്കുന്നത്. നിർവൈരൻ, ശാന്തമൂർത്തി, ആത്മാരാമൻ. അവനവൻ്റെ ആത്മാവിൽ തന്നെ രമിക്കുന്ന ശ്രീ മഹാദേവൻ സകല ചരാചരങ്ങളുടെയും ഗുരുവാണെന്നാണ് പറയണത്. ജഗത്തിൻ്റെ ഇഷ്ടദൈവമായിട്ടുള്ള ആ ഭഗവാനോട് ആർക്ക് എങ്ങനെയാ ദേഷ്യം തോന്നുകയെന്ന്, ശിവനെ ദ്വേഷിക്കാൻ ആർക്കാ സാധിക്കുക? എല്ലാവരുടെയും ബന്ധുവായിട്ടുള്ള ഭഗവാനോട് എങ്ങനെയാണ് ദേഷ്യം തോന്നുകയെന്ന് ആശ്ചര്യത്തോടെ ഭാഗവതകാരൻ ചോദിക്കുകയാണ്, വ്യാസമഹർഷി ചോദിക്കുക.
ഇതേ ചോദ്യമാണ് വിതുരൻ മൈത്രേയൻ്റെ അടുത്ത് ചോദിക്കുന്നത്. വിതുരൻ, നമ്മൾ മറക്കരുത്, ഫ്ലാഷ് ബാക്ക് മറക്കാൻ പാടില്ല. ഇവിടെ കഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സംഭാഷണത്തിലാണ് വിതുരൻ മൈത്രേയനോട് ചോദിക്കുകയാണ്, ദക്ഷൻ ഭഗവാന്റെ മരുമകനായിരുന്ന സ്ഥിതിക്ക് അവർ തമ്മിൽ എങ്ങനെയാണ് വിരോധം ഉണ്ടായതെന്ന് ഒരു സാധാരണ മനുഷ്യനെ പോലെ ചോദിക്കുന്നത്. എങ്ങനെയാണ് അമ്മായച്ചനും മരുമകനും തമ്മിൽ അടിയായത് എന്ന് ചോദിക്കുകയാണ്. സതിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുക, മരീചി തുടങ്ങിയിട്ടുള്ള പ്രജാപതികളുടെ യജ്ഞത്തിന് എല്ലാ മഹർഷിമാരും, അഗ്നി തുടങ്ങിയിട്ടുള്ള ദേവതകളും ഒക്കെ അവിടെ വന്നിരുന്നു. സൂര്യനെപ്പോലെ തേജസ്വിയായിട്ടുള്ള ദക്ഷ പ്രജാപതി സഭയിലെത്തിയപ്പോൾ ദക്ഷൻ്റെ തേജസ് കൊണ്ട് ആൾക്കാർ കണ്ണടച്ചു പോയി, ദേവന്മാർ പോലും. അത്ര തേജസ്സാ ദക്ഷന്. ദക്ഷ എന്ന് പറഞ്ഞ ഒരു ചെറിയ ആളല്ല. ആ തേജസ് കൊണ്ട് കണ്ണ് ചിമ്മി എല്ലാവരും ഇരിപ്പിടത്തു നിന്ന് അറിയാണ്ട് എണീച്ചു നിന്നു. ബ്രഹ്മാവും ശിവനും എണീച്ചില്ല. ദക്ഷൻ നോക്കുമ്പോൾ രണ്ടുപേരും എണീച്ചിട്ടില്ല. ബ്രഹ്മാവ് കുഴപ്പമില്ല, എൻ്റെ അച്ഛനാ, എണീക്കേണ്ട ആവശ്യമില്ല. ഇവൻ എന്താ എണീക്കാത്തത്? ഇതാണ് ചോദ്യം. ഇതിൽ ഭാഗവതത്തിൽ പറയാത്തൊരു റീസണുണ്ട്. ഈ അഥർവവേദത്തിൻ്റെ വേദം എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു തമ്മിത്തല്ലുണ്ടായിട്ടുണ്ട്. അങ്കിരസിന് ഈ മന്ത്രങ്ങൾ കിട്ടുകയാണ്. ബാക്കി വേദങ്ങളൊക്കെ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നാണ്. അങ്കിരസ് മഹർഷിക്കാണ് അഥർവം കിട്ടുന്നത്. അദ്ദേഹം വന്ന് ദക്ഷൻ്റെ സഭയെ പറയും, എനിക്ക് കുറേ പുതിയ മന്ത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇത് വേദമാണോ എന്ന് ചോദിക്കുമ്പോൾ ദക്ഷൻ പറയും, അഹങ്കാരി ഇറങ്ങിപ്പോൾ, എൻ്റെ അച്ഛൻ മാത്രമേ വേദം ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഓടിച്ചു വിടും. അദ്ദേഹം പോയി ശിവൻ്റെ അടുത്ത് പരാതി പറയും. ശിവൻ പറയും, ചെല്ല് പറയും. ചെല്ലി കേട്ടിട്ട് പറയും, ആർക്ക് വേണമെങ്കിലും പുതിയ അറിവുണ്ടാവാമല്ലോ, നിനക്ക് കിട്ടിയിട്ടുള്ളതും വേദം തന്നെ പറഞ്ഞിട്ട് ഭഗവാൻ അഥർവത്തിനെ 4ാമത്തെ വേദമായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ദക്ഷന് ദേഷ്യം വരും. അവൻ ആരാണ് ഞാൻ തള്ളിവിട്ടതിനെ അംഗീകരിക്കാൻ? അതിനുശേഷം ഈ കല്യാണം നടക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ വിത്ത് അവിടെ കിടപ്പുണ്ട്. അത് ഭാഗവതത്തിൽ വരുന്നില്ല. അതായത് ബ്രഹ്മമാണ് നിശ്ചയിക്കേണ്ടത്, അല്പബുദ്ധിയല്ല എന്നർത്ഥം. എന്ത് വേദമാണെന്ന് നിശ്ചയിക്കാൻ, അറിവ് എന്താണെന്ന് നിശ്ചയിക്കേണ്ടത് ബ്രഹ്മമാണ്, അല്ലാണ്ട് അല്പബുദ്ധിയല്ല. അവൻ്റെ നോളജ് മോശം, എൻ്റെ നോളജ് ശരിയെന്ന് പറയണ ആ പ്രശ്നത്തിനെയാണ് ഇവിടെ പറയണത്. എന്താണെങ്കിലും അന്ന് ശിവനെ അങ്ങോട്ട് കയറിയിട്ട് ശപിച്ചു. എന്നെ മാനിക്കാത്തത് കൊണ്ട് അവനെ ഞാൻ ഭ്രഷ്ടനാക്കണു, ലോകമര്യാദ അവൻ ലംഘിച്ചവനാണ്, അവൻ ശരീരത്തിൽ ചിതാഭസ്മം പുരട്ടി നടക്കണവനാണ്. എന്താ ചിതാഭസ്മം പുരട്ടി നടക്കണത്? മൃതശരീരം എന്ന് പറഞ്ഞാൽ അനാത്മാവാണ്. ആത്മാവല്ലാത്ത വസ്തുവിനെ ദഹിപ്പിച്ചവൻ, ആത്മാവല്ലാത്ത എന്തിനേയും ദഹിപ്പിക്കും. അതാണ് ചിതാഭസ്മം പുരട്ടി നടക്കുന്നത്. അവൻ നിത്യവസ്തുവിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ് ശിവൻ്റെ സ്വഭാവം. അങ്ങനെ മാത്രമല്ല, ഇവൻ ഭ്രാന്തനാണ്, ഇവൻ ഉന്മത്തനാണ്. മാത്രമല്ല, ഈ തലയ്ക്ക് മത്ത് പിടിച്ചവന്മാർക്കൊക്കെ ഇവനെ പ്രിയമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭർസിക്കുന്നത്. അത് ബ്രഹ്മാനന്ദത്തിൽ മുഴുകിയിരിക്കുന്നവർക്കൊക്കെ ഭഗവാനെ പ്രിയമാണ്, അത് സത്യമാണ്. ഇവനെ എൻ്റെ മകളെ കൊടുത്തത് വലിയ തെറ്റായിപ്പോയി എന്ന് ആ സഭയിൽ വെച്ചിട്ട് പറഞ്ഞ്, ഇന്നു മുതൽക്ക് മറ്റ് ദേവതകളുടെ ഒപ്പം യജ്ഞഭാഗം ഇവന് കൊടുക്കരുത്. ശിവനാണ് എല്ലാറ്റിൻ്റെയും അവസാനത്തെ യജ്ഞഭാഗം. ഓം രുദ്രായ സ്വാഹ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കുക. പൂർണ്ണാഹുതിയും കഴിഞ്ഞു. അപ്പോൾ അതുപോലും കൊടുക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു തരത്തിൽ പറഞ്ഞാൽ ദക്ഷൻ മണ്ടനാണ്. ആത്മാവിന് കർമ്മങ്ങളില്ല, അതുകൊണ്ട് ദേവതകൾക്ക് കൊടുക്കേണ്ട യജ്ഞത്തിൻ്റെ അംശം അവന് കൊടുക്കേണ്ട ആവശ്യമില്ല. ബഹുമാനാർത്ഥം നമ്മൾ സമർപ്പിക്കുക. ഭഗവാന് നമ്മുടെ ക്രിയകളോ കർമ്മങ്ങളോ ആവശ്യമില്ല. പക്ഷേ ഭഗവാനെ നാരായണാർപ്പണം, ശിവാർപ്പണം, ബ്രഹ്മാർപ്പണം പറഞ്ഞു കൊടുക്കണം. നമ്മൾ കൊടുക്കണ റെസ്പെക്റ്റാണ്. അല്ലാണ്ട് നമ്മൾ ഞാൻ നിനക്ക് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പർക്ക് എന്ത് പോയി? മൂപ്പർക്ക് ഒരു നഷ്ടവും വരാനില്ല. സകലതും പ്രപഞ്ചം മുഴുവൻ സ്വത്തായിട്ടിരിക്കുന്ന മഹാദേവനാണ് ഞാൻ നിനക്ക് യജ്ഞഭാഗം തരില്ല ഇനി മുതൽക്ക് എന്ന് പറഞ്ഞിട്ട് ദക്ഷൻ ശപിച്ചത്. അതിന് മറു ശാപമായിട്ടാണ് നന്ദി തിരിച്ച് ശപിച്ചത്. അപ്പോൾ ബ്രഹ്മത്തെ ശപിച്ചപ്പോൾ, ബ്രഹ്മത്തെ നിരാകരിച്ചപ്പോൾ, ബ്രഹ്മത്തെ അപമാനിച്ചപ്പോൾ തിരിച്ച് നന്ദി മൂർഖനായി പോട്ടെ, നീ വിവരം കെട്ടവനായി പോട്ടെ, നിനക്ക് പരമതത്വം കിട്ടാതെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചിട്ട് ഇനി വരണ ദിവസങ്ങൾക്കുള്ളിൽ നിനക്ക് ആടിൻ്റെ തല വരുന്നു. എന്തിനാ ആടിൻ്റെ തല എന്ന് പറഞ്ഞത്? ആടിൻ്റെ തല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ബലിപീഠത്തിൽ കൊണ്ടേ നിൽക്കുമ്പോൾ പോലും മുട്ടനാട് അതിൽ കൂടെ ഒരു പെണ്ണാട് പോയി അതിനെ നോക്കും. നിൻ്റെ തല അതായി പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശപിച്ചു. അത് നീ തനി സ്ത്രീലമ്പടനായി പോട്ടെ, മരിക്കാൻ കിടക്കുമ്പോൾ പോലും. അരുണഗിരി പറഞ്ഞല്ലോ, കുഷ്ഠരോഗം വന്ന് മരിക്കാൻ കിടക്കുമ്പോഴും ഭാര്യയോട് പറയാണ് എന്നെ ആ വേശ്യരടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴാണ് സ്വന്തം ചേച്ചി പറഞ്ഞ് ഇത്രയും നിനക്ക് ആഗ്രഹം എൻ്റെ ശരീരം ഉപയോഗിച്ചോ എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ടാണ് തല പൊട്ടിത്തെറിച്ച് നേരെ തിരുവണ്ണാമല ഗോപുരത്തിൻ്റെ മുകളിൽ കയറി ചാടിയപ്പോൾ മുരുകൻ പിടിച്ചതും നമുക്ക് ഈ മഹത്തായിട്ടുള്ള കന്ദരനുഭൂതിയും തിരുപ്പുകളും ഒക്കെ കിട്ടിയത്. ഓരോരുത്തരെ മാറ്റിവിടുന്നതാണത്. ഭട്ടവാതിൽ ഉടുത്ത കോണവയായിട്ടാണ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവുക ദിവസവും. എല്ലാ ദിവസവും പിഷാരടി പറയും അയ്യോ നല്ലൊരു ജന്മം കിട്ടി നശിപ്പിക്കണമല്ലോ എന്ന്. ഒരു ദിവസം കവടിപ്പലക ചാടിക്കടന്നു പോയി. കുട്ടികളെ പഠിപ്പിക്കുകയാണ് ജ്യോതിഷം. അപ്പോൾ ബെഡ്റൂമിൽ നിന്ന് വരികയാണ്, കണ്ണൊക്കെ തുടച്ചിട്ട് കവടിപ്പലക ചാടിക്കടന്നു പോയി ഒരു കോണം കൊടുത്തിട്ട്. അപ്പോൾ പറഞ്ഞു നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് ഇങ്ങനെ നശിപ്പിക്കണമല്ലോ മഹാദേവ എന്ന് പറഞ്ഞിട്ട് കണ്ടിയൂര മഹാദേവനെ, തൃക്കണ്ടിയൂര ഭഗവാനെ വിളിച്ചു. അന്ന് തലേ കയറി, അന്ന് നന്നായി. വൈകാണ്ട ഗുരുനാഥന് വാദം വന്നപ്പോൾ അത് സ്വീകരിച്ചു.
രോഗിയായി, നാരായണി എഴുതി, 84 വയസ്സ് വരെ ജീവിച്ചു. അവസാനം മുക്കോല വെച്ചിട്ട് മോക്ഷവും കിട്ടി. അതാണ് സമയം വന്നാൽ നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല, ഉണരേണ്ടവൻ ഉണരും, അത് യാതൊരു സംശയവുമില്ല. എന്താണെങ്കിലും ദക്ഷൻ ഉണരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നന്ദിയുടെ ആ ശാപത്തിന് ശേഷം ഇത് കേട്ട് ഈ വിദ്യയും തപസ്സും വ്രതം ഇതൊക്കെ ദുരുപയോഗം ചെയ്യണവരാണ് ഇവർ എന്ന് പറഞ്ഞ് ദക്ഷനും ദക്ഷൻ്റെ വർഗ്ഗക്കാരെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബ്രാഹ്മണരെ മൊത്തം അടച്ചാ നന്ദി ശപിച്ചത്, ബ്രാഹ്മണരെ അടച്ചാ ശപിച്ചത്. അവർ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് സമൃദ്ധി മോഹിച്ചിട്ട് ഭൂമിയിൽ ഭിക്ഷക്കാരെ പോലെ നടക്കുന്നു. അങ്ങനെ പറഞ്ഞ് ശപിച്ചപ്പോൾ ഭൃഗുവിന് ദേഷ്യം വന്നു. ബ്രാഹ്മണരെ അടച്ച് ശപിച്ചല്ലോ, തിരിച്ച് ശപിച്ചു. ശിവഭക്തന്മാരൊക്കെ ശാസ്ത്രവിരുദ്ധന്മാരായി പോട്ടെ, ആചാരങ്ങളൊക്കെ തെറ്റിച്ച് നടക്കണവരാവട്ടെ, പാഖണ്ഡികളാവട്ടെ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് ശപിച്ചു. ഇന്നും നോക്കിയാൽ കാണാം, യഥാർത്ഥ ശിവഭക്തൻ ഒരു റൂളും അനുസരിക്കില്ല. അവൻ ഒരു റൂളും അനുസരിക്കില്ല. അവൻ ബ്രഹ്മത്തിൽ മാത്രമായിട്ട് നടക്കും. അതെൻ്റെ ഒരു സ്വഭാവമാണത്. മറ്റേവർ വേദം പറയണ ശാസ്ത്രത്തിനനുസരിച്ച് നടക്കും, പക്ഷേ ദക്ഷിണ ആഗ്രഹിക്കുകയും ചെയ്യും. ഇതിന്നും നമുക്ക് കാലഘട്ടങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഭാഗവതം വിഷ്ണുവിനെ മുഖ്യദേവതയായിട്ടും ശിവനെ ഉപദേവതയായിട്ടാണ് പറയുക. ഏത് പുരാണവും അതിൻ്റെ അതീശനായിട്ടുള്ള ദേവനെ പ്രധാന ദേവനായിട്ടും ബാക്കിയുള്ളവരെ ഉപദേവന്മാരുമായിട്ടും പറയും. നമ്മൾ അല്പബുദ്ധികൾ എന്നിട്ട് എന്ത് വിചാരിക്കും, ആ ദേവനാണ് വലുത്, മറ്റേത് ചെറുതാണെന്ന്. ശരിക്കും അതല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ വിഷ്ണു കാരണബ്രഹ്മം, ശിവൻ കാര്യബ്രഹ്മം. ഗണപതി പുരാണത്തിലാണെങ്കിൽ ഗണപതി കാരണബ്രഹ്മം, ബാക്കി ദേവന്മാർ കാര്യബ്രഹ്മം. ശിവപുരാണത്തിലാണെങ്കിൽ മഹാദേവൻ കാരണബ്രഹ്മം, വിഷ്ണു കാര്യബ്രഹ്മം. ബ്രഹ്മം തന്നെയാണ്, അതായത് മൂലവസ്തുവായിട്ടിരിക്കുന്നതും അത് പ്രകടിപ്പിക്കുന്ന റിസൾട്ടും. ആക്ഷൻ, വ്യക്തിയുടെ ആക്ഷൻ, അതാണ് കാരണബ്രഹ്മം കാര്യബ്രഹ്മം. ഈ രീതിയിൽ മനസ്സിലാക്കിയ ഒരു സ്പർദ്ധയും വരില്ല. ഇത് വളരെ വൃത്തിയാക്കി മനസ്സിലാക്കാനാണ് ഇവിടെ. അപ്പോൾ ഭൃഗു വിഷ്ണു ഭക്തനായിരുന്നു, അതുകൊണ്ട് ശിവഭക്തനായിട്ടുള്ള നന്ദിയെ ശപിച്ചു തിരിച്ച്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ അക്കാലത്തെ ഉണ്ട്. അപ്പോൾ എല്ലാ പുരാണത്തിലും കാരണബ്രഹ്മം എപ്പോഴും ഉപാസിക്കപ്പെടുന്ന മൂർത്തിയും ബാക്കിയുള്ള ദേവതകളൊക്കെ ഈ ബ്രഹ്മമായിട്ടുള്ളതൊക്കെ അതിനെ ഉപാസിക്കുന്ന ആളുമായിരിക്കും. അപ്പോൾ ഭാഗവതത്തിൽ ശിവൻ വിഷ്ണു ഭക്തനായിരിക്കും, ശിവപുരാണത്തിൽ വിഷ്ണു ശിവഭക്തനായിരിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ദേവി ഭാഗവതമാണെങ്കിൽ ശിവനും വിഷ്ണു ദേവി ഭക്തരായിരിക്കും. അല്ലാണ്ട് ഇതിൽ ആര് വലുത് ആര് ചെറുതെന്നില്ല. ബ്രഹ്മത്തെ വേദാന്തത്തിൽ ബ്രഹ്മം എന്ന് പറയും, ബൗദ്ധൻ ശൂന്യം എന്ന് പറയും, വൈഷ്ണവൻ നാരായണൻ എന്ന് പറയും, ശൈവൻ സദാശിവൻ എന്ന് പറയും, അമ്മയെ പൂജിക്കണവർ പരാശക്തി എന്ന് പറയും. വിളിക്കണത് ഒന്നാ, അത് ആണുമല്ല പെണ്ണും അല്ലാത്തൊരവസ്ഥ, അത് നിർഗുണാവസ്ഥയാണ്, അതിന് രൂപമില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ പഠിപ്പിക്കണത്. അപ്പോൾ വൈരാഗ്യം കുറഞ്ഞ ആൾക്കാർക്ക് യോഗമാർഗവും വൈരാഗ്യം നല്ലോണം ഉള്ളവർക്ക് അറിവിൻ്റെ സാഖ്യമാർഗമാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല അറിവുള്ള ആൾക്കാർ ഈ 2 മാർഗത്തിൽ പോകുന്നവരും ഭേദം കാണില്ല. വൈരാഗ്യം കുറഞ്ഞ യോഗമാർഗത്തിലുള്ളവർക്ക് വിഷ്ണുവിനെ എളുപ്പം പിടിക്കാൻ പറ്റും. വൈരാഗ്യം കൂടിയവർക്ക് ജ്ഞാനമാർഗത്തിലുള്ള ശിവനെ വളരെ എളുപ്പം മനസ്സിലാവും. അതുകൊണ്ട് തമ്മിൽ തല്ലണ്ടാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചിട്ട് വഴി തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞാൽ ശിവൻ്റെ രീതികൾ വളരെ തീവ്ര വൈരാഗ്യത്തിൻ്റെ വഴികളാണല്ലോ ഭഗവാന്റെ വഴികളൊക്കെ. ഭഗവാന്റെ പരീക്ഷണങ്ങളും അങ്ങനെയാണ്. ആ തിരുവിളയാടൽ സിനിമയിലെ പറയില്ലേ, എന്താണ് സാവിത്രി അഭിനയിക്കുന്ന പാർവതിയുടെ കഥാപാത്രം മുരുകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പിണങ്ങി വന്നിട്ട് പഴനിമല്ല പോലെക്കുമ്പോൾ എതുക്കപ്പാ ഈ വാശി എന്തിനാണ് ചോദിക്കുക. എന്നിട്ട് പറയും, ഉന്നപ്പ എന്നെ എവ്വളവ് ചോദിച്ചിരിക്കുക തെരിയുമാ ചോദിക്കും. നിൻ്റെ അച്ഛൻ എന്നെ എത്ര പരീക്ഷിച്ചിട്ടുണ്ടെന്നറിയോ, അതിന് നീ ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ പണങ്ങി വരാൻ പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ എന്ന് പറഞ്ഞാൽ പരീക്ഷണത്തിൻ്റെ ആളാണ്. അത് തീവ്രമാർഗ്ഗമാണ്, ശരിക്കും സാഖ്യമാർഗ്ഗമാണ് ശിവൻ്റെ വഴി. യോഗമാർഗ്ഗമാണ് നാരായണൻ്റെ വഴി. യോഗം വൈരാഗ്യം കുറഞ്ഞവർക്കും കൂടെ കുറച്ച് എളുപ്പത്തിൽ കയറി ചെല്ലാം, ആക്സസിബിലിറ്റി എളുപ്പമാണ്. മറ്റേ മാർഗ്ഗം കുറച്ച് കഷ്ടമാണ്. ആ മാർഗ്ഗമാണ് ബലരാമൻ്റെ. അതുകൊണ്ടാണ് ഈ ബലരാമൻ തലവെട്ടണത്. ബലരാമൻ്റെ കോപം, ബലരാമൻ തലവെട്ടുന്നത്, ബലരാമൻ സദാ മദ്യപാനത്തിൽ മുഴുകിയിരിക്കണു എന്നൊക്കെ പറഞ്ഞ് സദാ ബ്രഹ്മാനന്ദത്തിലാണ്. ആ അവസ്ഥയാണത്, ഉന്മത്തം ആയിട്ടുള്ളത്. അപ്പോൾ ദക്ഷനെപ്പോലുള്ള അജ്ഞാനികൾ ശങ്കരൻ്റെ രൂപത്തിലുള്ള ജ്ഞാനത്തിനെ തിരസ്കരിച്ചുകൊണ്ടേയിരിക്കും എല്ലാ കാലത്തും. കാലക്രമേണ ദക്ഷനും ശിവനും തമ്മിൽ വൈരം മുഴുത്തു വരും. അതങ്ങനെയാണ്. ബ്രഹ്മത്തിനെ തിരിച്ചറിയാത്തവനും ബ്രഹ്മവും തമ്മിലുള്ള അകലം കൂടി വരും. അദ്ദേഹം ബ്രഹ്മജ്ഞാനികൾക്ക് യജ്ഞഭാഗം കൊടുക്കാതെ, ദക്ഷൻ്റെ ഒരു യാഗത്തിലും ബ്രഹ്മജ്ഞാനികൾക്ക് കൊടുക്കാതെ, ദക്ഷൻ വിളിച്ചു കൂട്ടുന്ന സമ്മേളനങ്ങളിലൊന്നും ശിവനെ ക്ഷണിക്കില്ല. ഇന്നും നമ്മുടെ സമ്മേളനങ്ങളിലൊന്നും ഈശ്വരന് ഒരു ടച്ചുമില്ല. നമ്മൾ എന്തിനൊക്കെയോ സമ്മേളനം നടത്തുന്നുണ്ട്, എന്തിനൊക്കെയോ യോഗം കൂടുന്നുണ്ട്, ഒന്നിലും ഈശ്വരനെ വിളിക്കുന്നില്ല. അതുകൊണ്ട് അതിനൊക്കെ ദക്ഷയാഗത്തിൻ്റെ അവസ്ഥയാണ്.
ഇന്ന് നടക്കുന്ന എല്ലാ സമ്മേളനങ്ങളുടെയും ആത്യന്തികമായിട്ടുള്ള അവസ്ഥ ദക്ഷയാഗത്തിൻ്റെ അവസ്ഥയാണ്. കാരണം ഈശ്വരനെ അവിടെ വിളിക്കുന്നില്ല. ഈശ്വരനെ വിളിക്കാതെ ദേവസ്വം ബോർഡ് നടത്തിയാൽ പോലും അതിൻ്റെ കാര്യം പോക്കാം. ഞാൻ അങ്ങനെ ഒരു സ്ഥലത്ത് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗുരുവായൂരപ്പൻ്റെ പേര് പറയാതെ ഗുരുവായൂരപ്പൻ്റെ ഒരു കാര്യം ഇനോഗ്രേഷൻ നടക്കുന്ന സ്ഥലത്ത് ഭഗവാന്റെ പേര് വിളിക്കാതെ ചെയ്യുന്നത് നിഷ്ഫലമാണ്. ഇത് ദക്ഷയാഗം നമുക്ക് ശരിക്കും പഠിപ്പിച്ചു തരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സത്യത്തിനെ ചരിക്കുന്നവളാണെന്നുണ്ടെങ്കിലും മായാബന്ധം വിട്ടുമാറാത്തത് കൊണ്ടും ബുദ്ധിയെ കൂടുതൽ വിശ്വസിക്കുന്നത് കൊണ്ടും സാധകൻ സതിയായിട്ടിരിക്കും. അപ്പോൾ അവൾക്ക് തോന്നും ബ്രഹ്മത്തിൻ്റെ കൂടി ഇരിക്കുകയാണെങ്കിലും ബുദ്ധി നടത്തുന്ന വ്യാപാരങ്ങളിൽ താല്പര്യം തോന്നും. അച്ഛനൊരു യജ്ഞം നടത്തുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. ബ്രഹ്മത്തിൻ്റെ കൂടെ ഇരിക്കുന്നത്, പക്ഷേ ബുദ്ധിക്ക് ഭ്രംശം വരികയാണ്. മറ്റേ വലിയ നമ്മൾ ഇപ്പം ഉണ്ടല്ലോ, ചിലർ ചോദിക്കും ഞാനൊക്കെ ഉപേക്ഷിച്ചു വന്നു, പക്ഷെ നോക്കൂ ഒന്നും ഉപേക്ഷിക്കാത്ത അവൻ നന്നായിട്ടിരിക്കണു, ഭഗവാനെ വിളിക്കണം, ഞാൻ ഈ അവസ്ഥയിലിരിക്കണം. നമ്മൾ പറയാറില്ലേ? ഇതന്നെ സതിക്ക് പറ്റിയത്. എൻ്റെ കൂടപ്പറപ്പുകൾ ചേച്ചിമാരൊക്കെ എത്ര ഭർത്താക്കന്മാരുടെ കൂടെ സന്തോഷമായിട്ട് വരുന്നു, എനിക്ക് മാത്രം അങ്ങേ വിളിച്ചിട്ടുമില്ല, എനിക്കൊട്ട് പോകാനും പറ്റാത്ത അവസ്ഥയായി. എനിക്ക് ഒന്ന് പോയിട്ട് വരണം. എന്നിട്ട് പിന്നെ ന്യായം കണ്ടുപിടിക്കും, മകളല്ലേ ഞാൻ, അച്ഛൻ വിളിച്ചില്ലെങ്കിലും പോണ്ടേ. ഇത് നമ്മളൊക്കെ ചെയ്യണതാണ്. അപ്പോൾ ഭൗതിക സമൃദ്ധിയിലേക്ക് ബ്രഹ്മത്തിലേക്ക് ഉറച്ചു കിട്ടിയ മനസ്സിന് ഭ്രംശം വരികയാണ്. അതുകൊണ്ട് ആ ജന്മത്തിൽ ദേവിക്ക് ബ്രഹ്മസാക്ഷാത്കാരം വന്നില്ല. അതുകൊണ്ട് ആ ശരീരത്തിനെ അമ്മ ദഹിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് പുതിയൊരു ശരീരം എടുത്ത് എന്നേക്കുമായിട്ട് ഭഗവാനിൽ ചേർന്ന് ബ്രഹ്മത്തിൻ്റെ അർദ്ധഭാഗം വാങ്ങി, പകുതി ശരീരണിയായി. ഉമാമഹേശ്വര സങ്കല്പം ഭാഗവതത്തിൻ്റെ അകത്ത് എന്താ ഇല്ലാത്തത്? വേറൊരു ഏരിയയിലാണ് പോയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഉമാമഹേശ്വര സങ്കല്പത്തിലാണ് നമ്മൾ പോയി നിൽക്കുന്നത്, അല്ലെങ്കിൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ. അങ്ങനെ അല്ല, ഭഗവാനെ അഭിസംബോധന ചെയ്യണതൊക്കെ വളരെ രസമാണ്. ത്വയേ തദാശ്ചര്യമജാത്മമായയാ വിനിർമ്മിതം ഭാതി ഗുണത്രയാത്മകം തഥാപ്യഹം യോഷിത തത്വവിച്ഛതേ ദീനാതിദൃക്ഷേ ഭവ മേ ഭവക്ഷിതിം. അല്ലയോ ജനിക്കാത്തവനെ എന്നാണ് വിളിക്കുന്നത് ഭർത്താവിനെ. ജനിക്കാത്തവൻ, ശിവൻ ജനിച്ചിട്ടേ ഇല്ലോ. ഞാൻ എപ്പോഴും പറയും ശിവൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ പൊക്കിൾ വരയ്ക്കരുത്. ശിവനെ ആരും പ്രസവിച്ചിട്ടില്ല. ശിവനെ ആരും പ്രസവിച്ചിട്ടില്ല. ഗുരുവായൂരപ്പനെ വരയ്ക്കുമ്പോൾ പൊക്കിൾ വരയ്ക്കാതെ പറ്റില്ല, എന്നാലേ ആ താമര വരുള്ളൂ. ഭഗവാനെ ആരും പ്രസവിച്ചിട്ടില്ലെങ്കിലും. അപ്പം ജന്മരഹിതനായിട്ടുള്ള പ്രഭു എത്ര അത്ഭുതകരമാണ് ഈ ജഗത്ത് എന്ന് പറയുന്നത്. 3 ഗുണങ്ങൾ ചേർന്നിരിക്കുന്ന ഈ ജഗത്ത് അങ്ങയുടെ മായ കൊണ്ട് നിർമ്മിതമായിട്ട് കാണപ്പെടുന്നു. ബ്രഹ്മത്തിനെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഭർത്താവായിട്ടുള്ള ജടാധാരിയായിട്ടുള്ള സർപ്പത്തെ ധരിച്ച ശിവനെയല്ല അവിടെ സതി അഭിസംബോധനയാണ്. എങ്കിലും സ്ത്രീ സ്വഭാവം കൊണ്ട് അങ്ങയെ ശരിക്കറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്താ ഈ സ്ത്രീ സ്വഭാവം എന്ന് പറയുന്നത്? മായ. മായയുടെ ടച്ച് കൊണ്ട് എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലല്ലോ, അങ്ങയുടെ കൂടെ ഞാൻ ജീവിച്ചിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജന്മഭൂമി കാണാൻ, ഞാൻ ജനിച്ചു വീണ വീട് കാണാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു എന്നാ പറയുക. അത് കാരണം നമ്മുടെ മനസ്സിൻ്റെ ഓരോ ആക്ടിവിറ്റിയും സംസ്കൃതത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വൃത്തി. അല്ലാതെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞ വൃത്തിയല്ല. ആദ്യമുണ്ടായ വൃത്തിയാണ് പ്രവൃത്തി. വൃത്തി എന്ന് പറയും. ആ വൃത്തിയുടെ രൂപം ബ്രഹ്മത്തിൻ്റെ നേർക്ക് നമ്മളതിനെ തിരിച്ചാൽ അതിനെ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയും. ആ ബ്രഹ്മാകാര വൃത്തി ഇനി വരും. അവൾ കല്യാണം കഴിക്കും പരബ്രഹ്മത്തിനെ, അതിനെയാണ് നമ്മൾ രുക്മിണീ സ്വയംവരം എന്ന് പറയും. അതുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ബ്രഹ്മത്തിനെ തേടിയുള്ള നമ്മുടെ യാത്ര സാക്ഷാത്കരിക്കപ്പെടുന്നതാണ് രുക്മിണീ വിവാഹം. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഗംഭീരമായിട്ട് ആഘോഷിക്കണം. അല്ലാണ്ട് മക്കൾക്ക് കല്യാണം നടക്കാനല്ല. അത് അതിൻ്റെ സൈഡ് ഇഫക്റ്റാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ സംസാരോന്മുഖമായ ഭഗവാന്റെ നേരെ പോകേണ്ട വൃത്തി, മനസ്സിൻ്റെ ആക്ടിവിറ്റി ബുദ്ധിയുടെ നേരെ, ദക്ഷൻ്റെ നേരെ, സംസാരത്തിൻ്റെ നേരെ തിരിഞ്ഞാൽ അവസ്ഥയ്ക്ക് മാറ്റം വരും എന്ന് സതിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാം. ഒരിക്കലും പിന്നെ ജന്മഭൂമിയിലേക്ക് ബ്രഹ്മത്തിൻ്റെ നേർക്ക് തിരിഞ്ഞ ബുദ്ധി തിരിഞ്ഞു പോകരുത് സംസാരത്തിലേക്ക്. അതുകൊണ്ടാണ് സന്യാസിമാർ ജനിച്ച വീട്ടിൽ പോകരുത്, ബന്ധുക്കളെ കാണരുത് എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത്. അതിന് വിരുദ്ധമായി പ്രവർത്തിച്ചു സതീച്ച സന്യാസി. അവനവനിൽ നശിച്ചത്, സ്വയം ആത്മാവിൽ നശിച്ച് തൻ്റെ ശരീരത്തിനെ പിണ്ടം വെച്ച് വിരജാഹോമം നടത്തി പിണ്ടം വെച്ച അതാണ് സന്യാസി. ബ്രഹ്മത്തിൻ്റെ വഴിക്ക് പോയാൽ പിന്നെ എന്ത് തിരിച്ചു പോക്കാം? തിരിച്ചു പോകാൻ പാടില്ല. ഇവിടെ തിരിച്ചു പോയി. അതാണ് ഈ കണ്ട കംപ്ലീറ്റ് ഡിസാസ്റ്ററിലും ദുരന്തത്തിലും അവസാനിച്ചത്. ട്രാജഡിയായി പോയി. എൻ്റെ അറിവ്, അതിൻ്റെ കുറവെന്താണെന്ന് സതിക്കറിയാം. എനിക്ക് കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ, അനുഭവത്തിൽ വന്നിട്ടില്ല ഭഗവാനെ എന്ന്. നമ്മുടെയൊക്കെ പ്രശ്നമാണ്. സതി പറയണം എനിക്ക് കേട്ടുള്ള അറിവേ ഉള്ളൂ,
നമ്മൾക്ക് വേണമെങ്കിൽ പറയാം എനിക്ക് വായിച്ചിട്ടും കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ, അതേ ഉള്ളൂ, എനിക്ക് അനുഭവത്തിൽ വന്നിട്ടില്ല, അർത്ഥം ഇതുവരെ എനിക്ക് തെളിഞ്ഞിട്ടില്ല. ദൃഢമാകാത്ത ജ്ഞാനത്തിൻ്റെ ശക്തി ക്രമേണ ക്ഷയിക്കുന്നത്. അതുകൊണ്ട് ആ സത്സംഗം കഴിഞ്ഞ് വീട്ടിൽ പോയി 1 മണിക്കൂർ കഴിഞ്ഞ് ഇതൊക്കെ മറക്കും. നാളേക്ക് ഇത് മുഴുവൻ മറക്കും, മറ്റന്നാളേക്ക് ഓർമ്മയുണ്ടാവില്ല. അയാൾ അവിടെ വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഒരു കാര്യം ഓർമ്മയുണ്ടാവും, ആ ശരത്ത് ഫ്രെയിമില്ലാത്ത കണ്ണട ഇട്ടിരുന്നത്. ഇത് മാത്രമായിരിക്കും ഓർമ്മയുണ്ടാവുക ചിലപ്പോൾ. ഇതാണ് ആകെ ഓർമ്മയുണ്ടാവുക. ഇല്ല, നമ്മുടെയൊക്കെ അവസ്ഥ. ഞാനിത് നമ്മളെല്ലാവരും നമ്മളെ കൂടപ്പുറപ്പുകൾ ഒന്നിച്ചിരുന്നിട്ട് വർത്താനം പറയുമ്പോൾ പറയണമാതിരി പറയണമെന്നേ ഉള്ളൂ. അല്ലാണ്ട് എന്താ പറയുക, ഞാൻ സ്പെഷ്യലായിട്ട് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അപ്പോൾ സതിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, സ്വതന്ത്രമല്ലാതെ ഇരുന്നാൽ, മനസ്സ് സ്വതന്ത്രമല്ലെങ്കിൽ അത് സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് പോവും. എവിടെയൊക്കെ എന്നെ കെട്ടിയിടാൻ പറ്റുമോ അതാണ് സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് പോവും. മനസ്സിൻ്റെ ഒരു കുഴപ്പമാണ്. കെട്ടിയിടാനുള്ള സ്ഥലങ്ങൾ തേടിയിട്ട് എന്നെ കെട്ടിക്കോ പറഞ്ഞ് അങ്ങോട്ട് പോവും. ആ പോക്കാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിദ്യയോട് ചേർന്നിട്ട്, സതി അവിദ്യയോട് ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതായത് 99% ദേവനായിട്ടുള്ള ഒരാളിൽ 1% പിശാച് ഉണ്ടായ ആ 1% പിശാച് മതി അയാളെ നശിപ്പിക്കാൻ. 99% പിശാചായിട്ടുള്ള ഒരാളിൽ 1% ദേവനുണ്ടായാൽ മതി, അതും അയാളെ നശിപ്പിക്കും. കാരണം എന്താ വെച്ചാൽ, ചെയ്യണ പ്രവൃത്തിയിൽ ഒരു മനസാക്ഷി കുത്തു വരുവേ, അത് അയാളെ നശിപ്പിച്ചു കളയും. അതിനെ ഞാൻ നശിപ്പിക്കുക എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ചെറിയൊരംശം ഈ സംസാരത്തിനോടുള്ള ബന്ധം വന്നപ്പോൾ അവിദ്യ തന്നെയായി ആ വിദ്യ. സതി ഓരോ ദിവസം കഴിയുന്തോറും വിശേഷങ്ങൾ കേൾക്കുകയാണ്. ആ ചേച്ചി ഒന്ന് ഭർത്താവിൻ്റെ കൂടെ വിവരം കിട്ടി, ഇവളെത്തി, ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ നീ എപ്പോഴാണ് വരണം. അവിടെ നിന്ന് ആകർഷണം വരികയാണ്, ഇവിടുന്ന് പോകാനും പറ്റണില്ല. അപ്പോൾ അവിദ്യ വർദ്ധിച്ച് അവസാനം ചങ്ങല പൊട്ടിച്ച്. അപ്പോൾ എന്തായി? ഭഗവാനാണ് തൻ്റെ സ്വാതന്ത്ര്യത്തിനെ തടയണമെന്നുള്ള ചിന്തയും. ഒന്നാലോചിച്ച് നോക്കൂ, തന്നെ ഇവിടെ പിടിച്ചു കെട്ടിയിരിക്കുന്നത് ശിവനാണ്, ബ്രഹ്മമാണ് തന്നെ പിടിച്ചു കെട്ടി. നേരെ തിരിഞ്ഞു. യഥാർത്ഥ കെട്ട് അവിടെയാണെന്ന് മനസ്സിലാക്കാണ്ട കെട്ട് ഇവിടെയാണ് തോന്നി, ഇത് പൊട്ടിക്കാൻ തുടങ്ങാൻ ഉള്ള പണി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ അവിദ്യയ്ക്ക് ബ്രഹ്മത്തിനോട് യഥാർത്ഥ ബന്ധം ഉണ്ടാകാൻ സാധ്യമല്ല. ശങ്കരരൂപിയായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ അടുത്ത് അതിന് പിന്നെ ഇരിക്കാൻ പറ്റില്ല. അത് നേരെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ, അവിദ്യ ചെന്നിട്ട് മൂർഖതയാകണ ബുദ്ധിയുടെ അടുത്ത് ചെന്നിട്ട് പോകുമ്പോൾ ഈ മൂർഖതയാകണ ബുദ്ധി അതിനെയും അംഗീകരിക്കില്ല. നീയല്ല ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, നീ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് അവിടെ പിടിച്ചിരുത്താണ്. അങ്ങനെ അച്ഛൻ്റെ ക്ഷണമില്ലെങ്കിലും പോകണത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല പോകാതിരിക്കണ തെറ്റല്ലേ, അച്ഛൻ, അമ്മ, ഭർത്താവ് ഇവരുടെയൊക്കെ അടുത്ത ബന്ധുവുള്ള ആൾക്കാരുടെ വീട്ടിൽ പോകാൻ ക്ഷണത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണം പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയും, നീ പറഞ്ഞത് ശരിയാണ്. അനാത്മാവ് ആയിട്ടുള്ള വസ്തുക്കളുടെ അഭിമാനം, ദേഹബോധം ഉള്ളിടത്തോളം കാലം നമ്മൾ ദോഷദൃഷ്ടിയോടെ വീക്ഷിക്കണ ഇടത്ത് പോകണത് ശരിയല്ല. നീ പറഞ്ഞതിൽ ന്യായം ശരിയാണ്. പക്ഷേ ദോഷം കാണുന്ന സ്ഥലങ്ങളിൽ നമ്മൾ പോകാതിരിക്കുക. ബ്രഹ്മബോധം ഉറച്ചിട്ടുണ്ടെങ്കിൽ നീ പൊക്കോ. എല്ലാം ബ്രഹ്മമാണെന്നുള്ള ബോധം ഉണ്ടെങ്കിൽ നമ്മളെ അപമാനിക്കുന്ന സ്ഥലത്ത് പോയാലും കുഴപ്പമില്ല, അതിനെ അതിൻ്റെ രീതിയിൽ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാത്തൊരു സ്ഥലത്ത് ഈ ദേഹബോധത്തോടെ പോയാൽ എന്നെ ഇൻസൾട്ട് ചെയ്തു, എന്നെ വിഷമിപ്പിച്ചു എന്നുള്ള ചിന്തയുണ്ടാകും. അതുകൊണ്ട് തപസ്, വിദ്യ, ധനം, കുലീനത, നല്ല ശരീരം, യൗവനം, ഇതൊക്കെ നല്ല പുരുഷന്മാർക്ക് സൽഗുണങ്ങളൊക്കെ ആണെങ്കിലും ഇതൊക്കെ ദുഷ്ടരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയാൽ അത് ദുർഗുണങ്ങളായിട്ട് മാറും. ദക്ഷൻ്റെ കാര്യത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ദക്ഷന് സൗന്ദര്യമുണ്ട്, അറിവുണ്ട്, കഴിവുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ, ഈ അഹങ്കാരം കാരണം ദക്ഷൻ ഇതൊക്കെ ദുർഗുണങ്ങളായിട്ട് മാറി. അങ്ങനെയുള്ള ബന്ധുക്കളുടെ, മൂർഖരായിട്ടുള്ള ബന്ധുക്കളെ, നമ്മളെ ഈശ്വരാരാധനയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ആരാണെങ്കിൽ ആ ബന്ധുക്കളുടെ അവിടെ പോരുതെന്ന്. ബ്രഹ്മസംബന്ധമായിട്ട് നിൽക്കുന്നവനെ അതിന്ന് നിരുത്സാഹപ്പെടുത്തുന്ന എവിടെയും പോയേക്കരുത് എന്ന് പറയും. ദക്ഷൻ്റെ മകളാണ് നീയെങ്കിലും നീ ഇപ്പോൾ എന്നെയാണ് ആശ്രയിക്കുന്നത്. അവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത് ബ്രഹ്മത്തെയാണ് നീ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് നീ അവിടെ പോകണ്ട, നിനക്ക് അവിടെ അഭിമാനം കിട്ടില്ല, നിന്നെ അവിടെ മാനിക്കില്ല. ജ്ഞാനികൾ തമ്മിൽ കാണുമ്പോൾ ബഹുമാനിക്കുന്നുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മാവിനെയാണ് അവർ ബഹുമാനിക്കുന്നത്. ഒരാൾ നമ്മളെ നമസ്കരിക്കുമ്പോൾ നമ്മൾ തിരിച്ചയാളെ തൊഴണം. ആ സമയത്ത് വേറെ ആൾക്കാരോട് സംസാരിച്ച് നിൽക്കരുത്. പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്, നമസ്കരിക്കുമ്പോൾ അവർ വേറെ എവിടെയെങ്കിലും നോക്കി നിൽക്കും. അങ്ങനെയുള്ളവരെ നമസ്കരിക്കരുത്. നിങ്ങൾ നമസ്കരിക്കണം ഗുരുവായൂരപ്പനെയാണ്. അവർക്കും ബോധം വേണം, അവരെ അല്ല, അവരുടെ ഈ ശരീരത്തിനെ അല്ല നമസ്കരിക്കണത്, ഗുരുവായൂരപ്പനെയാണ് ഈ നമസ്കരിക്കണമെന്ന്. അതുകൊണ്ട് തിരിച്ച് നമസ്കരിക്കണ ഗുരുവായൂരപ്പനെ ഇവർ അങ്ങോട്ട് തൊഴണം. അത് ചെയ്യാത്തവരെ നമസ്കരിക്കാൻ പോകരുത്. നിങ്ങൾ ഭഗവാനെ അപമാനിക്കുകയും ചെയ്യും.
അപ്പോൾ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, ജ്ഞാനികൾ തമ്മിൽ കാണുമ്പോൾ അന്തർലീനമായിട്ടുള്ള ആത്മാവിനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ചൊല്ലും. സത്വം വിശുദ്ധം വസുദേവ ശബ്ദിതം യദീയതേതത്ര പുമാനപാവൃത സത്വേ ച തസ്മിൻ ഭഗവാൻ വാസുദേവോ ഹ്യദോക്ഷജോ മേ മനസാ വിധീയത. പരിശുദ്ധമായിട്ടുള്ള അന്ധക്കരണം നമുക്കുണ്ടെങ്കിൽ ആ അന്ധകരണത്തിൻ്റെ പേരാണ് വസുദേവൻ. ആ അന്ധക്കരണത്തിൽ ജനിക്കുന്ന കുഞ്ഞാണ് വാസുദേവൻ, ബ്രഹ്മം. വസുദേവൻ പരിശുദ്ധമായിട്ടുള്ള അന്ധക്കരണമാണ്. അതാണ് അന്ധക്കരണത്തിൽ ഭഗവാന്റെ തേജസ് പ്രവേശിച്ചപ്പോൾ വസുദേവന് തേജസ് വന്നു എന്നാണ് പറഞ്ഞത്. കാരാഗൃഹത്തിൽ ഭഗവാൻ ജനിക്കുന്നതിന് മുമ്പ്, ആ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് ദേവകിക്ക് വസുദേവനിലേക്ക് ഭഗവാന്റെ തേജസ് പ്രവേശിക്കുന്നുണ്ട്. വസുദേവൻ അന്ധകരണമാണ്, നമ്മുടെയൊക്കെ അന്ധകരണമാണ് വസുദേവൻ. അതിൻ്റെ പുത്രനാണ് വാസുദേവൻ. അവിടെയാണ് ഭഗവാൻ ജനിക്കുക. ശുദ്ധിയുള്ള മനസ്സിലെ ഈശ്വരൻ ഉണ്ടാവുള്ളൂ എന്ന്, അത്രേ ഉള്ളൂ. അങ്ങനെ ആ സാക്ഷാത്കാരം, ആ പരിശുദ്ധമായിട്ടുള്ള ചിത്തത്തിൽ സ്ഥിതനും ഇന്ദ്രിയാതീതനുമായിട്ട് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തവരുള്ള ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കണു. ആ ബ്രഹ്മത്തെ ബ്രഹ്മമാകണ, കാര്യബ്രഹ്മമാകണ ശിവൻ, കാരണബ്രഹ്മമാകണ നാരായണനെ നമസ്കരിക്കണ ശ്ലോകമാണത്. ഇത് പറഞ്ഞിട്ടാണ് സതിക്കിത് പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ പ്രജാപതികളുടെ സഭയിൽ വെച്ചിട്ട് അപമാനിച്ച ദക്ഷൻ നിൻ്റെ അച്ഛനാണെങ്കിലും എൻ്റെ ശത്രുവാണ്. ബ്രഹ്മത്തിന് ശത്രുവാണ് മൂർഖത. എന്നെ അനുസരിക്കാതിരിക്കുന്നത് നിനക്ക് നല്ലത് ചെയ്യില്ല. അവിടെ നിന്നെ അപമാനിക്കുകയാണെങ്കിൽ നീ മരിക്കും, അത് നിൻ്റെ മരണത്തിന് വഴിതെളിക്കും പറയും. അത് ഭഗവാന്റെ അന്ധകരണ ശുദ്ധിയെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞു. അതായത് പരിശുദ്ധമായിട്ടുള്ള അന്ധകരണം ഉള്ളവരോട് മാത്രമേ സംഘം ചെയ്യാൻ പാടുള്ളൂ, ബന്ധം വയ്ക്കാൻ പാടുള്ളൂ എന്ന്. അല്ലെങ്കിൽ വാസുദേവനല്ല ജനിക്കുക, വല്ല പിശാചായിരിക്കും ജനിക്കുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോരുത്. സതിക്ക് പക്ഷേ ഉപദേശം മനസ്സിലായില്ല, മനസ്സിലാവില്ല, അവിദ്യ അത്രയും ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് അവിടെ ചെന്നു. അജ്ഞാനത്തിന് എന്താ പറയുക, ആ ബ്രഹ്മത്തിൻ്റെ ദശയിൽ ജീവൻ്റെ അഹങ്കാരം നശിക്കുക എന്നുള്ള ചാൻസ് അവിടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ആ ഭഗവാൻ കിണഞ്ഞ് പരിശ്രമിച്ചു, സതിയുടെ അജ്ഞാനം ഇല്ലാണ്ടാക്കാൻ സാധിച്ചില്ല. അജ്ഞാനികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ മറ്റ് അജ്ഞാനികളുമായിട്ട് ആ ബന്ധം വയ്ക്കാൻ ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് സതി അവിടേക്ക് ചെന്നു. അന്ന് ഉണ്ടായത് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ദേവിക്ക് തൻ്റെ അമ്മയും പെങ്ങന്മാരും ചേച്ചിമാരും ഒഴിച്ച് ആരും ആ അമ്മയോടൊന്നും സംസാരിച്ച് പോലുമില്ല. സുഖവിവരം പോലും അന്വേഷിച്ചില്ല, ദക്ഷനെ പേടിച്ചിട്ട് ഒരാളും ചോദിച്ചില്ല. അതുകൊണ്ട് ദേവി വളരെ ലജ്ജയോടും വിഷാദത്തോടും കൂടിയിട്ട് ദക്ഷൻ്റെ യജ്ഞത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം കുളിച്ച് ആചമനം ചെയ്ത് മഞ്ഞസാരി ഉടുത്തിട്ടാണ് വന്നത്. മഞ്ഞസാരി ഉടുത്ത് ആചമനം ചെയ്തിട്ട് കണ്ണുകളടച്ച് ആ യോഗധാരണ ചെയ്തു. എന്നിട്ട് ഈ മണിപൂര ചക്രത്തിൽ ഇവിടെയാണ് അഗ്നി ഇരിക്കുന്നത്, സോളാർ പ്ലക്സസ് എന്ന് പറയും നമ്മൾ. മഹാവിഷ്ണുവിൻ്റെ സ്ഥാനമാണ്. വിഷ്ണുഗ്രന്ഥി വിഭേദിനി എന്ന് നമ്മൾ പറയുന്നില്ല ലളിതാസഹസ്രനാമത്തിൽ. ആ ഭേദിച്ചു, വിഷ്ണുഗ്രന്ഥിയെ ഭേദിച്ചു. രം എന്നുള്ള അഗ്നിബീജം ചൊല്ലി അഗ്നിയെ ഉളവാക്കി പ്രാണനെ രോധിച്ച് ശരീരം മുഴുവൻ വായുവിനെയും, തീ വേണം, വായു വേണം, കാറ്റ് വേണം തീ കയറ്റണമെങ്കിലും. ആ അഗ്നിയെയും വായുവിനെയും ശരീരത്തിൽ ആസകലം ധ്യാനിക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് ദേവിയുടെ ശരീരം അങ്ങോട്ട് എരിയാൻ തുടങ്ങി. എല്ലാവരും കാണാൻ ദേവി സ്വയം അങ്ങോട്ട് ആ യോഗാഗ്നിയിൽ അങ്ങോട്ട് നശിച്ചു പോയി. അതായത് അവിദ്യാസ്പർശം വന്നു കഴിഞ്ഞാൽ പിന്നെ സാധകൻ ആ ശരീരം വെച്ചിരിക്കരുത്, അതുപേക്ഷിച്ച് അടുത്ത ശുദ്ധ ശരീരത്തിന് എടുത്തേക്കണം എന്ന്. അതിനായിട്ട് ദേവി അങ്ങോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് ആ മൂർഖതയെ നശിപ്പിക്കാൻ ഭഗവാൻ വീരഭദ്രനെ സൃഷ്ടിച്ചു. നാരദനാണ് പോയിട്ട് ഈ വിവരം പറയണത്. വീരഭദ്രനെ സൃഷ്ടിച്ചു. ആ പേരിൽ തന്നെയുണ്ട്, വീരതയോടുകൂടി ഭയത്തെ ദ്രവിപ്പിക്കണവൻ. ഭയത്തെ ദ്രവിപ്പിക്കണതാണ് ഭദ്ര ശബ്ദം. അത് അങ്ങനെ ചെയ്യണം. ഭയത്തിനെ ദ്രവിപ്പിക്കണ സമയം ഭദ്രകാളി. ഭയത്തെ ദ്രവിപ്പിക്കുന്ന ബ്രഹ്മചൈതന്യം വീരഭദ്രൻ. ആ വീരഭദ്രനെ അയച്ച് ഈശ്വരസ്പർശമില്ലാത്ത ആ ശാലയെ നശിപ്പിച്ചു. ആ ശാലയെ നശിപ്പിച്ച് ദക്ഷൻ്റെ തല വെട്ടിയെടുത്ത് ആട്ടിൻ്റെ തല വെച്ച് ശിവനവിടെ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ്റെ അടുത്ത് ബ്രഹ്മാവും ദേവന്മാരും ചെല്ലുമ്പോൾ ഭഗവാൻ ഈ സംഹാരത്തിന് മുഴുവൻ ആളെ വിട്ടിട്ട് ചെയ്യണം എന്തറിയോ? ഒരു വടവൃക്ഷത്തിൻ്റെ താഴെ ഇട്ടിട്ട് നാരദന് ബ്രഹ്മോപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സൈന്യത്തിനെ അയച്ചതിന് ശേഷം ഭഗവാൻ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വന്നു. രണ്ട് ദ്വന്ദ്മുഖങ്ങളാണ്. ദയയുടെ പരമകാഷ്ഠയാണ് ശിവൻ, നിയന്ത്രണത്തിൻ്റെയും പരമകാഷ്ഠയാണ്. ആ ഭഗവാനാണ് ഇങ്ങനെ ദുഃഖിച്ചതും ഇത്രയും സംഹാര സ്വഭാവം കാണിച്ചത്. പക്ഷെ ആ കോപത്തിനെ പൂർണ്ണമായിട്ട് എടുത്തിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചതിന് ശേഷം വീണ്ടും ശാന്തനായിട്ട് ബ്രഹ്മോപദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോപം പോയിട്ട് യുദ്ധം ചെയ്തു, തലയൊക്കെ വെട്ടി ശാല നശിപ്പിച്ചു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ തല ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവിടെ നാരായണനും പ്രത്യക്ഷപ്പെടുന്നു. ആ യജ്ഞപുരുഷനായിട്ടുള്ള ഭഗവാനെ എല്ലാവരും സ്തുതിക്കുന്ന അവിടെ ദക്ഷയാഗം അവസാനിക്കുകയാണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്, ഭഗവത് സ്പർശമില്ലാതെ എന്തു വലിയ പ്രവൃത്തി ചെയ്താലും, ഇതം മമ എന്നുള്ള ബോധമില്ലാണ്ട് എന്ത് പ്രവൃത്തി ചെയ്താലും അതിൽ ദക്ഷയാഗത്തിൻ്റെ അവസ്ഥയാണ് സംഭവിക്കാമെന്ന് മനസ്സിലാക്കണം.
ഇതിന് ശേഷം വരുന്നത് ഇനി ബ്രഹ്മത്തെ ആദരിച്ച ധ്രുവൻ്റെ കഥയാണ്. അതും പൃഥുവിൻ്റെ കഥയും കൂടെ അടുത്ത പ്രഭാഷണത്തിൽ ചുരുക്കി പറയാം. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ മഹാദേവ ശംഭോ നാരായണ.